Hello friends, welcome to the channel. Now, we have a card HDFC Bank. We have a card. This is our card packaging. We light white color. നല്ല ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ് വന്നിരിക്കുന്നത് HDFC ബാങ്കിന്റെ കാർഡാണ്. ഇതിന്റെ എന്ത് കാർഡാണ് ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിന്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പോയി നമ്മൾ ആമസോണിൽ തുടങ്ങി ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമന്റ് അപ്ലോഡ് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ആക്ച്വലി വന്നിരിക്കുന്നത് നമ്മുടെ HDFC ബാങ്കിന്റെ ഒരു ഡെബിറ്റ് കാർഡാണ്. നമ്മൾ ആക്ച്വലി റീസെൻ്റ്ലി ഇപ്പോൾ HDFC ബാങ്ക് നമ്മളൊരു അക്കൗണ്ട് തുടങ്ങി, സേവിങ്സ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഓൺലൈനാണ് തുടങ്ങിയത്. ഇൻസ്റ്റന്റ് അക്കൗണ്ട് എന്നൊരു സംഭവമാണ്. അത് അതിൽ മിനിമം എമൗണ്ട് ഡ്യൂ വരുന്നത് മിനിമം എമൗണ്ട് റിക്വയർമെന്റ് വരുന്നത് മാസം മന്ത്ലി 5000 രൂപയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ATM കാർഡാണ് വന്നിരിക്കുന്നത്. എന്ത് ടൈപ്പ് കാർഡാണ് വന്നിരിക്കുന്നത്, EMI കാർഡാണോ എന്ത് കാർഡാണോ നമുക്ക് നോക്കി നോക്കാം. 2 ദിവസം കൊണ്ട് എനിക്ക് ആക്ച്വലി ATM ഡെബിറ്റ് കാർഡ് കിട്ടിയിട്ട് നമ്മൾ തുറന്നിട്ട് നമ്മൾ ആക്ച്വലി വീഡിയോ കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇൻ ഷോപ്പിംഗ്, ഓൺലൈൻ ഷോപ്പിംഗ്, ഡൈനിങ്, റീഫ്യൂവലിംഗ്, പേ ബിൽസ്, റീചാർജ്, ബുക്ക് ട്രാവൽസ് കുറേ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ സ്മാർട്ട് ബൈ എന്ന് പറഞ്ഞ ഒരു ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. HDFC നിങ്ങൾക്ക് അറിയായിരിക്കും. അതിൻ്റെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ആക്ച്വലി ചെന്നൈയിൽ നിന്നാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ HDFC ബാങ്കിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ പാക്കേജ്. അപ്പോൾ ഇതിലാണ് നമുക്ക് കാർഡും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നോർമൽ എല്ലാ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും വരുന്ന അതേ ടൈപ്പ് പാക്കേജിങ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ബ്ലൂ ഡാർട്ടിലാണ് നമുക്ക് വന്നത്. 2 ദിവസം കൊണ്ട് വന്ന് HDFC ബ്രാൻഡിൻ്റെ ലോഗോ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് പ്ലീസ് ഡു നോട്ട് അക്സെപ്റ്റ് ഇഫ് ദ എൻവലപ്പ് ഈസ് ഫൗണ്ട് ഇൻ ടോൺ ഓർ ഡാമേജ് കണ്ടീഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവർ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, ചെന്നൈയിലത്തെ. പേ കൺവീനിയൻ്റ്ലി വിത്ത് HDFC ബാങ്ക് ഡെബിറ്റ് കാർഡിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നോക്കി നോക്കാം. ഞാൻ ആക്ച്വലി ഇതിൻ്റെ സൈഡിൽ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടൻസ് ഫുള്ള് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ കുറച്ച് പാക്കേജിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് യുവർ ഡെബിറ്റ് കാർഡ് ഈസ് യുവർ EMI കാർഡ് 2 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി ഇവരുടെ നിങ്ങൾക്ക് അറിയായിരിക്കും HDFC ബാങ്കിൻ്റെ കാർഡുകൾക്ക് EMI ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അത് നിങ്ങൾ ഒരു അക്കൗണ്ട് തുടങ്ങി അപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഇപ്പോൾ അക്കൗണ്ട് തുടങ്ങിയിട്ട് ആക്ച്വലി എനിക്ക് തോന്നുന്ന ഒരു 15 ദിവസമൊക്കെ ആവണുള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാർഡിന് ഈ ബെനിഫിറ്റ് ഉണ്ടായിരിക്കില്ല. അത്യാവശ്യം കുറച്ച് ടൈം എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നല്ല എന്താ പറയുക ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ വേണം, അക്കൗണ്ടിൽ ബാലൻസ് വേണം. അതൊക്കെ കീപ്പ് ചെയ്തൊക്കെയാലേ നമുക്ക് ഫീച്ചർ കിട്ടുള്ളൂ. പിന്നെ കിട്ടുന്ന കാർഡുകൾ എന്ന് പറയുന്നത് പ്രീമിയം കാർഡ്സിന് കിട്ടും. അതുപോലെ തന്നെ സാലറി അക്കൗണ്ടുള്ള ഡെബിറ്റ് കാർഡിന് കിട്ടും. അങ്ങനെയൊക്കെ നമ്മുടെ ഇവരുടെ ഡെബിറ്റ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ എൻട്രി ലെവൽ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ 0 ബാലൻസ് അക്കൗണ്ട് എടുത്തിട്ട് അതിൻ്റെ ഡെബിറ്റ് കാർഡിലൊന്നും ഈ ഫീച്ചർ കിട്ടില്ല കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ നമുക്ക് നോക്കാനുള്ള ഇവരുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു നമ്പറാണത്. 964322222222 അടിച്ച് നമ്മൾ മിസ് കോൾ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എത്ര കാർഡിൽ എത്ര ലിമിറ്റ് ഉണ്ട്, എത്ര EMI ഫെസിലിറ്റി എടുക്കാൻ പറ്റുന്നൊക്കെ പറഞ്ഞാൽ മെസ്സേജ് വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഒരു ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ debit card EMI is one of the payment option available on our online platforms, and at the point of sale you can now pay in easy monthly installment with your debit card and enjoy yourself a convenient experience. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നോ ബ്ലോക്കിംഗ് ഓഫ് എമൗണ്ട് ഇൻ യുവർ അക്കൗണ്ട്. അതായത് ഇത് നമ്മൾ EMI എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലുള്ള കാശ് ബ്ലോക്ക് ആവുന്നില്ല ക്രെഡിറ്റ് കാർഡിലത്തെ പോലെ. അതുപോലെ തന്നെ നോ കോസ്റ്റ് EMI നമുക്ക് കിട്ടുന്നുണ്ട്. കൺവീനിയൻറ്റ് ഫീ എന്ന് പറഞ്ഞിട്ട് 199 രൂപ പ്ലസ് GST ഉണ്ട് ഇതിന്. കറണ്ട് പോയി. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യാം. അത്യാവശ്യം ലൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൺവേർട്ട് എനിത്തിങ് എബോവ് 5000 ഇൻറ്റു EMI നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈസി റീപേയ്മെൻറ്റ് 10 വരുന്നത്. 3 മാസം തൊട്ട് 36 മാസം വരെ നമുക്ക് ആക്ച്വലി ഈ ഫീച്ചർ കിട്ടുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് അപ്രൂവലാണ് ആൻഡ് ഡിസ്പേഴ്സലാണ്. 0 ഡോക്യുമെൻറ്റേഷനാണ്. നോ ഡൗൺ പേയ്മെൻറ്റ് ആവശ്യമില്ല. പിന്നെ അതിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് ഒരു കോഡ് കൊടുത്തിട്ടുണ്ടോ. ഓൺലി എ സെലക്ടഡ് ബേസ് ഓഫ് പ്രീ അപ്രൂവ്ഡ് കസ്റ്റമേഴ്സ് വിൽ ബി എലിജിബിൾ ഫോർ ഡെബിറ്റ് കാർഡ് EMI. The base of the pre-approved customer is likely to change with the time, and hence a customer who might not be eligible today might be eligible in future. കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എലിജിബിലിറ്റി ഈസ് ഡിസൈഡഡ് ബൈ ബാങ്ക് ആണ്. നോർമലി ഇവർ ഡെബിറ്റ് കാർഡിൽ EMIയിൽ ഒരു 25,000 ആ റേഞ്ചൊക്കെ നമുക്ക് ലിമിറ്റ് തരാറുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സംഭവം തന്നെയാണ്. HDFC ബാങ്കിന് അവർ ഫസ്റ്റായിട്ട് തുടങ്ങിയതൊക്കെ നമ്മുടെ ഈ ഡെബിറ്റ് കാർഡ് EMI കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അതൊരു ബെനിഫിറ്റ് തന്നെയാണ് ഇവരുടെ ഡെബിറ്റ് കാർഡിൽ. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഒരു മാനേജർ HDFC ബാങ്ക് ഡെബിറ്റ് കാർഡ് ഓൺ ദ ഗോ എന്നിട്ട് വെച്ച് HDFC ബാങ്ക് മൈ കാർഡ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതൊരു ആപ്പിൻ്റെ പരസ്യമാണ്. പിന്നെന്താ ഇതെന്തൊരു പേജ്, ഇതെന്താ അത് നമ്മുടെ FAQ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടുള്ള സംഭവമാണ്.
അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഡോണ്ട് ഷെയർ ഓർ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു പേജാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്പോൾ ഒരു പേജും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കറണ്ട് അക്കൗണ്ട്, സേവിങ്സ്, സാലറി അക്കൗണ്ട്, അതിൻ്റെയൊക്കെ കുറച്ച് നമ്പർ ഓഫ് ഫ്രീ ട്രാൻസാക്ഷൻസും അതൊക്കെ സംഭവങ്ങളൊക്കെ ആയിട്ടൊരു ഇൻവെലപ്പിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇത് എന്താ പറയുക ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നോക്കി നോക്കട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ആക്ച്വലി ഇതിൻ്റെ കുറച്ച് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഞാൻ ആക്ച്വലി റിമൂവ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ളതൊന്ന് കാണാം. അപ്പോൾ അതിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വന്നേക്കുന്ന കാർഡ്, 𝗔𝗑𝘄𝘄𝘄 പ്ലാറ്റിനം എന്നൊരു കാർഡാണ്. 750 രൂപ ക്യാഷ് ബാക്ക് പെർ മന്ത്, സെലക്ടഡ് മർച്ചൻറ്റ് കാറ്റഗറി എന്ന് പറഞ്ഞൊരു ഓഫേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാർഡിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് ഫ്രണ്ടിലാണ് ഡീറ്റെയിൽസൊക്കെ, അതുകൊണ്ട് ഫുള്ളെടുത്ത് കാണിക്കാൻ പറ്റില്ല. ഗെറ്റ് മാക്സിമം 10 lakh ഓഫ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഡെത്ത് കവർ നമുക്കിതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 1 crore ഇൻ്റർനാഷണൽ എയർ ആക്സിഡൻറ്റ് ഡെത്ത് കവർ നമുക്കിതിൽ വരുന്നുണ്ട് ഈ കാർഡിൽ. മാക്സിമം 4 lakh ആണ് ഇൻഷുറൻസ് കവർ അഗെയിൻസ്റ്റ് അൺഓതറൈസ്ഡ് ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ, നമുക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടുന്നുണ്ട് ഇതിൽ. ഗെറ്റ് എ കവർ ഓഫ് അപ് ടു 2 lakh ആണ് നമുക്ക് ലോസ് ഓഫ് ചെക്ക്ഡ് ബാക്കേജ് ആൻഡ് ഫയർ ആൻഡ് ബൾഗറി പ്രൊട്ടക്ഷന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് നമുക്ക് 5000 വരെയുള്ള നമുക്ക് NFC-യിൽ ഉപയോഗിക്കാൻ പറ്റും. NFC നമുക്ക് അറിയായിരിക്കും, കുറേ ഒരു വൈഫൈ എന്ന് പറയുന്ന സംഭവം NFC ആണ്. നമ്മുടെ RFID ഒക്കെ ഒരു ലേറ്റസ്റ്റ് വെർഷൻ NFC എന്ന് പറയുന്നത് കേട്ടോ. അതായത് നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ടാപ്പിംഗ് പേ എന്നൊക്കെ ഇല്ല, അതാണ് സംഭവം, വേറെ ഒന്നുമില്ല. ഞാൻ അറിയാത്തവർക്കൊന്നും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെയും കുറേ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് പേ, അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് എ ഡെബിറ്റ് കാർഡ്, ഫ്രോഡ് കൺട്രോൾ, റിയൽ ടൈം അപ്ഡേറ്റ്, ഷോപ്പ് മോർ ആൻഡ് സേവ് മോർ, കൺട്രോൾ യുവർ ഫിനാൻസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്യാഷ് ബാക്കിങ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കി നോക്കട്ടോ. അപ്പോൾ കാർഡ് ഞാൻ എടുക്കട്ടെ. കാർഡിൻ്റെ ഇതാണ് കാർഡ്, നമ്മളിവിടെ ഓൾറെഡി ഹൈഡ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത് കാർഡ്. അപ്പോൾ HDFC ബാങ്കിൻ്റെ 𝗔𝗄𝘄𝘄 പ്ലാറ്റിനം കാർഡാണ്, വിസ കാർഡാണ്. ഇതിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ട്, അതുകൊണ്ട് ഫുള്ള് കാണിക്കാൻ പറ്റില്ല, അതാണ് കുഴപ്പം. പ്ലാറ്റിനം വിസ കാർഡാണ്, ഇൻ്റർനാഷണൽ കാർഡാണ്. എൻ്റെ പേരും താഴെ വന്നിട്ടുണ്ട്. ബാക്കിലും ഡീറ്റെയിൽസ് ഉണ്ട്, അപ്പോൾ അതും ബാക്കും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെബിറ്റ് കാർഡ് സംഭവമാണ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി HDFC ബാങ്ക് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയേണ്ടായിരിക്കും. ഇവരുടെ ആപ്പ് HDFC നെറ്റ് ബാങ്കിങ്, HDFC മൊബൈൽ ബാങ്കിങ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിൽ നമുക്ക് കാർഡ് സെക്ഷനിൽ കാണാൻ പറ്റും. അതിൻ്റെ പടമാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അവർ, കണ്ടോ, ഇതാണ് അവരുടെ ആപ്പ്. ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു സെക്ഷനിൽ നമുക്ക് സേവ്, വ്യൂഡ്, മാനേജിലൊക്കെ കയറി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഈ കാർഡ് സെക്ഷൻ കാണാൻ പറ്റും. അതിൽ മൈ കാർഡ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഡീറ്റെയിൽസൊക്കെ നമുക്ക് മാനേജും ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.